Hi all, welcome to Saira. Theory of Games. നമുക്കറിയാം എക്സാമിന്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്, ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തിയറി ഓഫ് ഗെയിംസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഇടയായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ തിയറി ഓഫ് ഗെയിംസിന്റെ ബേസിക് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. Game theory is widely regarded as having its origin in the mid-19th century with the publication of 1838 of Augustine Cournot. അഗസ്റ്റിൻ കൂർനോട്ട് 1838 ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനെ പോപ്പുലറൈസ്ഡ് ചെയ്യപ്പെട്ടിട്ടുള്ളവർ ആരൊക്കെയാണ്? ജോൺ വോൺ ന്യൂമാനും ഓസ്കാർ മോർഗൻസ്റ്റേനും കൂടെ ചേർന്നിട്ടാണ്. അവരുടെ തിയറി ഓഫ് ഗെയിംസ് ആൻഡ് എക്കണോമിക് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻ അവരെന്ത് ചെയ്യുന്നു? 1944 പബ്ലിഷ് ചെയ്യുന്നു. ഇതിലൂടെയാണ് തിയറി ഓഫ് ഗെയിമിന്റെ പ്രാധാന്യം ഏറുന്നതും അത് പോപ്പുലർലി അത് അറിയപ്പെടുന്നതും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും പല സിറ്റുവേഷനിലും ഇത് വൈഡ് ആയിട്ട് യൂസ് ചെയ്യാനും കൂടെ തുടങ്ങുന്നത്. സോ അതുകൊണ്ട് തന്നെ തിയറി ഓഫ് ഗെയിംസ് നമ്മൾ അഗസ്റ്റിൻ കൂർനോട്ടിനേക്കാൾ കൂടുതലായിട്ട് 1944 ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അത് ന്യൂമാന്റെയും മോർഗൻസ്റ്റേണിന്റെയും പേരിലും തിയറി ഓഫ് ഗെയിംസ് ആൻഡ് എക്കണോമിക് ബിഹേവിയറിലൂടെയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുമാണ് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത്. ഓക്കെ, game theory has been widely applied to the behavior of producers with a few only one competitor. നമ്മളെ പ്രൊഡ്യൂസേഴ്സിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസേഴ്സിനകത്ത് തന്നെ റൈവൽ ഫേംസ് ഉണ്ടായിരിക്കും അല്ലെ, ഒരുപാട് ഫേംസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ അടുത്തുള്ള കോമ്പറ്റീഷനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് തിയറി ഓഫ് ഗെയിംസ് പൊതുവെ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. Game theory attempts to find the solution to the problems of duopoly, oligopoly and bilateral monopoly. Duopoly സിറ്റുവേഷനിലെ, ഒളിഗോപോളി സിറ്റുവേഷനിലെ, ബൈലാറ്ററൽ മൊണോപോളി സിറ്റുവേഷനിലൊക്കെയുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണാനായിട്ട് ഗെയിം തിയറി പരക്കെ ഉപയോഗിച്ചു വരുന്നുണ്ട്. The idea behind game theory is that each participant in a game confronted with a situation whose outcome depends not only on his own strategies but also upon the strategies of his opponent. അപ്പോൾ നമ്മൾ ഡിയോപോളി സിറ്റുവേഷൻ ആയാലും ഒളിഗോപോളി സിറ്റുവേഷൻ ആയാലും ഒക്കെ വളരെ കുറച്ച് ഫെയിംസ്, രണ്ടോ അതിൽ അധികമോ ഉള്ള വളരെ വിരലിലെണ്ണാൻ പറ്റുന്ന ഫെയിംസ് മാത്രമേ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. ഈ സിറ്റുവേഷനിൽ ഒരു ഫെയിം എടുക്കുന്ന തീരുമാനം മറ്റൊരു ഫെയിമിനെ എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും ആണല്ലോ. അപ്പൊ അവർ തമ്മിൽ എന്തുണ്ട്? ഒരു റിലേഷൻ ഉണ്ട്, ഒരു ഇന്റർ ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പം ഒരു ഫെയിമിന്റെ സ്ട്രാറ്റജീസ് മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റൊരു ഫെയിമിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ പിടിച്ചു നിൽക്കാനും ലാഭം ഏൺ ചെയ്യാനും സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഫെയിം അവരുടെ ഡിസിഷൻ എടുക്കുമ്പോൾ മറ്റു ഫെയിംസ് സാധ്യതയുള്ള, മറ്റു ഫെയിംസ് കൈക്കൊള്ളാൻ സാധ്യതയുള്ള എല്ലാ ഡിസിഷനെയും എന്ത് ചെയ്യണം? മുന്നിൽ വെക്കണം. അങ്ങനെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാം? ഒരു ഔട്ട്പുട്ട്, ഒരു സ്ട്രാറ്റജി ഫിക്സ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആയിട്ട് നമുക്ക് ഏതിനെ കണക്കാക്കാം? ഗെയിം തിയറിയെ കണക്കാക്കാം. A game has a set rules and procedures which two or more participants follow. അപ്പോൾ റൂൾസും പ്രൊസീജിയറും അടങ്ങിയിട്ടുള്ള ഒന്നാണ് എന്ത്? ഒരു ഗെയിം എന്ന് പറയുന്നത്. അതിൽ എന്തുണ്ടായിരിക്കും? പാർട്ടിസിപ്പൻസിനെ ഒക്കെ എത്രത്തോളം പാർട്ടിസിപ്പൻസ് ഉണ്ട്, അവരുടെയൊക്കെ സ്ട്രാറ്റജീസും അവരുടെയൊക്കെ ഡിസിഷൻ, അവർ എടുക്കാൻ സാധ്യതയുള്ള ഡിസിഷൻസും അതിന്റെ ഭാഗമായിട്ട് ഈ ഫെയിമിന് കിട്ടാവുന്ന ഔട്ട്കംസും ഒക്കെ ഉള്ള ഒരു ടേമാണ് എന്ത്? ഗെയിം എന്ന് പറയുന്നത്. ഈ ഗെയിമിലെ പാർട്ടിസിപ്പന്റിനെ പ്ലെയർ എന്നാണ് വിളിക്കുന്നത്. ഒരു ഗെയിമിന്റെ പാർട്ടിസിപ്പൻസിനെ എന്ത് വിളിക്കും? പ്ലെയർ എന്ന് വിളിക്കും. ഇതിൽ സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും. എന്താണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓഫ് ദി റൂൾസ് ലീഡിംഗ് ടു സ്പെസിഫിക് റിസൾട്ട്. ഒരു റിസൾട്ടിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കൈക്കൊള്ളുന്ന റൂൾസിനെ എന്ത് വിളിക്കാം? സ്ട്രാറ്റജി എന്ന് വിളിക്കാം. വാരിയസ് സ്ട്രാറ്റജീസ് ഫോളോഡ് ബൈ ഈച്ച് പ്ലെയർ ഇൻ റിലേഷൻ ടു അതർ ഈസ് കോൾഡ് പേ ഓഫ്, or it is the outcome or consequence of the each strategy. രണ്ട് ഫെയിംസ് ഉണ്ട്, എ ആൻഡ് ബി. ബിയുടെ തീരുമാനങ്ങൾ, ഇപ്പം രണ്ട് തീരുമാനങ്ങൾ ബി കൈക്കൊള്ളാൻ സാധ്യതയുണ്ട്. അഡ്വർടൈസ് ചെയ്യാം അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യാതിരിക്കാം. ഈ ഫെയിം ബി അഡ്വർടൈസ് ചെയ്താൽ ഫെയിം എക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും? ഫെയിം ബി അഡ്വർടൈസ് ചെയ്തില്ലെങ്കിൽ ഫെയിം ബിക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും? അങ്ങനത്തെ എല്ലാ ഔട്ട്പുട്ടിനെയും ഇവിടെ എന്ത് ചെയ്യും? റെപ്രസെന്റ് ചെയ്യും. ഇതിനെയാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഫെയിം എക്കും അഡ്വർടൈസ് ചെയ്യാം, ഫെയിം ബിക്കും അഡ്വർടൈസ് ചെയ്യാം. ഫെയിം എക്കും അഡ്വർടൈസ് ചെയ്യാതിരിക്കാം, ഫെയിം ബിക്കും അഡ്വർടൈസ് ചെയ്യാതിരിക്കാം.
അപ്പോൾ ഇതിനെ ഫേം എ അഡ്വർടൈസ് ചെയ്യുന്നു, ഫേം ബിയും അഡ്വർടൈസ് ചെയ്യുന്നു, അപ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഫേം എ അഡ്വർടൈസ് ചെയ്യുന്നു, ഫേം ബി അഡ്വർടൈസ് ചെയ്യുന്നില്ല, അപ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇനി തിരിച്ച് ഇതേപോലെ തന്നെ ഫേം എ അഡ്വർടൈസ് ചെയ്യുന്നു, ഫേം ബി അഡ്വർടൈസ് ചെയ്യുന്നില്ല, അപ്പോഴും കിട്ടും. ഇങ്ങനെ 4 ഔട്ട്കംസ് ഈ ഒരു പറഞ്ഞ എക്സാമ്പിൾ തന്നെ കിട്ടും. അങ്ങനെ രണ്ട് ഫേംസ് ഉണ്ടെങ്കിൽ രണ്ടിനെയും കൺസിഡർ ചെയ്തിട്ട് ഓരോരുത്തർക്കും കിട്ടാവുന്ന ഔട്ട്പുട്ടിന്റെ ബേസിലായിരിക്കണം അവർ എന്ത് ചെയ്യുന്നത്, സ്ട്രാറ്റജീസ് കൈക്കൊള്ളുന്നത്. Okay, then a table that gives the payoffs from all the strategies open to the fame and the rivals responses is called payoff matrix. അപ്പോൾ ഇങ്ങനെ ഓരോ ഫേംസിനെയും കൺസിഡർ ചെയ്തിട്ട് റൈവൽ ഫേംസിനെ കൺസിഡർ ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഔട്ട്പുട്ട്സ് കാണിക്കുന്ന ആ ഒരു കോളത്തെ നമുക്ക് എന്ത് പറയാം, പേ ഓഫ് മാട്രിക്സ് എന്ന് വിളിക്കാം. Then ഗെയിമിൽ ഒരു സാഡിൽ പോയിന്റ് ഉണ്ട്. അതെന്താണ്? ഗെയിമിന്റെ ഇക്വിലിബ്രിയം പോയിന്റിനെയാണ് സാഡിൽ പോയിന്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ അവിടെ ഇവിടെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് സാഡിൽ പോയിന്റ് എന്നുള്ളത്? അത് ഗെയിമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ദെൻ സീറോ സം ഗെയിമും നോൺ സീറോ സം ഗെയിമും ഉണ്ട്. ഇതും പലപ്പോഴായിട്ടും ചോദ്യം വരാറുണ്ട്. എന്താണ് സീറോ സം ഗെയിം എന്ന് പറയുന്നത്? Gain of one player comes at the expense and it exactly equal to the loss of the other player. ഒരു പ്ലെയറിന്റെ ലോസ് ആയിരിക്കും മറ്റൊരു പ്ലെയറുടെ ഗെയിം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് സീറോ സം ഗെയിം എന്ന് പറയാം. കാരണം രണ്ടുപേർക്കും ഒരുമിച്ച് അവിടെ ലാഭം നേടാൻ സാധിക്കില്ല. അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്. എ എന്ന് പറയുന്ന ഫേമും ബി എന്ന് പറയുന്ന ഫേമും ഉണ്ട്. എ എന്ന് പറയുന്ന ഫേമിന് നഷ്ടമുണ്ടായാൽ ആ നഷ്ടമായിരിക്കും ബി എന്ന് പറയുന്ന ഫേമിന്റെ ലാഭമായിട്ട് പോകുന്നത്. ഇനി ബി എന്ന് പറയുന്ന ഫേമിന്റെ നഷ്ടമായിരിക്കും എ എന്ന് പറയുന്ന ഫേമിന്റെ ലാഭമായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരാൾക്ക് നഷ്ടം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ, ഒരാൾക്ക് ലാഭം ഉണ്ടെങ്കിൽ ഒരാൾക്ക് നഷ്ടം ഉണ്ടാവുള്ളൂ. രണ്ടുപേർക്കും ഒരുമിച്ച് ലാഭമോ രണ്ടുപേർക്കും ഒരുമിച്ച് നഷ്ടമോ ഉണ്ടാവുന്നില്ല, അല്ലെ? അതിനെയാണ് എന്ത് പറയുന്നത്, സീറോ സം ഗെയിം എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ if A increases its market share at the expense of fame B by increasing its advertising expenditure. ആ സമയത്ത് എന്ത് ചെയ്യും, ഫേം എ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുന്നു, ഫേം ബിയുടെ അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫേം ബിക്ക് അവിടെ നഷ്ടപ്പെടുകയും ഫേം എനെ സംബന്ധിച്ച് എന്ത് ചെയ്യും, അവരുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ബി ഡസ് നോട്ട് മാച്ച് ദി പ്രൈസ് ഇൻക്രീസസ്. ഫേം എ മൈസ് ലോസ് മാർക്കറ്റ് ടു ഫേം ബി. ഫേം എ ഇൻക്രീസ് മാർക്കറ്റ് ഷെയർ അവരുടെ എക്സ്പെൻസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേം ബിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഫേം എക്ക് അവിടെ എന്ത് ചെയ്യും, പ്രൈസ് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ കോസ്റ്റിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്, മറികടക്കേണ്ടതുണ്ട്, അഡ്വർടൈസിങ് കോസ്റ്റിനെ മറികടക്കേണ്ടതുണ്ട്, അല്ലെ? അപ്പോൾ ഫേം എയുടെ പ്രൈസ് കൂടും, ഫേം ബിയുടെ പ്രൈസ് കൂടില്ല, ഫേം എക്ക് മാർക്കറ്റ് ഷെയർ നഷ്ടപ്പെടും. ആ മാർക്കറ്റ് ഷെയർ ആർക്ക് കിട്ടും, ഫേം ബിക്ക് കിട്ടും. ഇതിനെ നമുക്കൊരു സീറോ സം ഗെയിൻ ആയിട്ട് കണക്കാക്കാം, അല്ലെ? ഇനി അതർ ഹാൻഡ് if fame A increases its price and fame B does not match the price increases, fame A might lose market to fame B, അല്ലെ? ഇനി നമുക്ക് ഇവിടെ വേറൊരു കാര്യം കൂടെ പറയാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു പോസിറ്റീവ് സം ഗെയിം ഉണ്ട്. എന്താണ് സീറോ സം ഗെയിമിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് പോസിറ്റീവ് സം ഗെയിം എന്ന് പറയുന്നത്. If increased advertising rises cost more than revenue and the profit of both firms decline, we have negative sum game. പോസിറ്റീവ് നോൺ സീറോ സം ഗെയിമിനെ നമുക്ക് പോസിറ്റീവ് സം ഗെയിം ആയിട്ടും നെഗറ്റീവ് സം ഗെയിം ആയിട്ടും കണക്കാക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇൻക്രീസ്ഡ് അഡ്വർടൈസിങ് നോൺ സീറോ സം ഗെയിം. സീറോ സം ഗെയിം പറഞ്ഞു ഒരാളുടെ നേട്ടം മറ്റൊരാളെ ലോസ് ആയിട്ട് അഫക്ട് ചെയ്യും, ഒരാളുടെ ലോസ് മറ്റൊരാളുടെ നേട്ടമായിട്ട് മാറും. അതിനെയാണ് നമ്മൾ സീറോ സം ഗെയിം എന്ന് പറയുന്നത്. ഇനി നോൺ സീറോ സം ഗെയിമിലേക്ക് വരുമ്പോൾ ഒരാളുടെ നേട്ടം മറ്റൊരാളുടെ നേട്ടത്തെ കുറക്കുന്നില്ല. അതായത് രണ്ടുപേർക്കും ഒരുമിച്ച് നേട്ടം ഉണ്ടാവാനും രണ്ടുപേർക്കും ഒരുമിച്ച് നഷ്ടം ഉണ്ടാവാനും സാധ്യതയുള്ള ഗെയിമിനെ നമുക്ക് നോൺ സീറോ സം ഗെയിം എന്ന് വിളിക്കാം. അതിൽ പോസിറ്റീവ് സം ഗെയിം ആണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, രണ്ടുപേർക്കും ഒരുമിച്ച് നേട്ടം ഉണ്ടാവുന്നതിനെ പോസിറ്റീവ് സം ഗെയിം എന്നും രണ്ടുപേർക്കും ഒരുമിച്ച് നഷ്ടം ഉണ്ടാവുന്നതിനെ നെഗറ്റീവ് സം ഗെയിം എന്നും വിളിക്കാം. പോസിറ്റീവ് സം ഗെയിമില് if increased advertising leads to higher profits of both the firms and we use profits rather than market share as the payoff. അതിനെ നമുക്ക് ഇൻക്രീസ്ഡ് അഡ്വർടൈസിങ് എന്ത് ചെയ്യും, ഹയർ പ്രോഫിറ്റ്സിലേക്ക് രണ്ട് ഫേംസ് ഒരുമിച്ച് തീരുമാനിച്ചിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാണ്, അതിന്റെ കോസ്റ്റ് രണ്ടുപേരും ഒരുമിച്ച് എടുക്കുകയാണ്. പക്ഷെ ഈ അഡ്വർടൈസിങ് കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് ലാഭം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അഡ്വർടൈസിങ് കോസ്റ്റ് രണ്ടുപേർക്കും എന്തായിട്ട് മാറി, അവിടെ കവർ ചെയ്യാനായിട്ട് സാധിച്ചു, നല്ല ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. രണ്ടുപേർക്കും ഒരുമിച്ച് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിച്ചത് കൊണ്ട് അതിനെ പോസിറ്റീവ് സം ഗെയിം എന്ന് വിളിക്കാം. ഇനി നേരെ മറിച്ച് അഡ്വർടൈസിങ് കോസ്റ്റിന്റെ അത്രത്തോളം പ്രതീക്ഷിച്ച അഡ്വർടൈസിങ് കോസ്റ്റ് രണ്ടുപേരും ഒരുമിച്ച് ചെയ്തു, പക്ഷെ ആ കോസ്റ്റിനെ മറികടക്കാനുള്ള റവന്യൂ ആ ഒരു അഡ്വർടൈസിങ് കൊണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, രണ്ടുപേർക്കും ഒരുമിച്ച് നഷ്ടം നേരിടേണ്ടതായിട്ട് വരും. അതിനെ നമുക്ക് എന്ത് വിളിക്കാം, നെഗറ്റീവ് സം ഗെയിം എന്ന് വിളിക്കാം.
ഗെയിം തിയറിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കാരണം ബേസിക് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പിന്നീട് ഗെയിം തിയറിയുടെ മറ്റു പോർഷൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഗെയിം തിയറിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് വേണ്ട ശേഷം മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു പോർഷൻ കവർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഇതിന് ഈ ഒരു കോൺസെപ്റ്റുകളും ഈ ഒരു ടേംസ് ഒക്കെ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫിക്കലി ഗെയിം തിയറിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഗെയിം തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ ലേണിംഗ്.